ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പച്ച മാങ്ങ തന്നെയാണ്. അപ്പോൾ ഈ മാങ്ങ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ നല്ല രീതിക്കൊന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഈ മാങ്ങ ഞാൻ ചെറിയ പീസസ് ആയിട്ടല്ല കട്ട് ചെയ്യുന്നത്, അത്യാവശ്യം വലുപ്പമുള്ള പീസസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ മുഴുവനും ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കടുവും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഉലുവയൊക്കെ ഇതുപോലെ ഒന്ന് കളർ ചേഞ്ചായി വരുമ്പം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കറിവേപ്പില ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അച്ചാറിന്. കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കായം പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഈ കായപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഈ ഒരു കൂട്ട് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട, ഒരല്പം തരിയോടുകൂടെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇതുപോലെ ഒന്ന് വറുത്തിട്ടിട്ട് പൊടിച്ചെടുക്കുമ്പം ശരിക്കും നമ്മുടെ അച്ചാറിന് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും, ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും, ഉപ്പ് വെള്ളം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ ഇതുപോലെ നന്നായി പൊട്ടി തുടങ്ങുമ്പം ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, നീളത്തിലരിഞ്ഞത്. ഇനി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ ഒരു പൊടികളുടെയും കൂടെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് വിനീഗർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി വിനീഗറും കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങ കഷ്ണങ്ങൾ വെള്ളത്തോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ ഒരു ഉപ്പ് വെള്ളത്തോട് കൂടെ തന്നെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, ആ ഒരു കൂട്ടും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു 1.5 കിലോ അളവിലാണ് മാങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും മസാല തന്നെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ പൊടി മുഴുവനായി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഉപ്പും എരിവും പുളിയൊക്കെ തന്നെ ഒന്ന് ബാലൻസ് ആവാനും ഇതൊരു ഇച്ചിരിയും കൂടെ ടേസ്റ്റ് കൂടി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലൊരു കുപ്പിൻ്റെ ഭരണിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങച്ചാറാണിത്. പക്ഷെ അധികം നാൾ ഈ ഒരു അച്ചാർ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് മാങ്ങച്ചാർ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയി കാണാം.